ജിഹോക്കിനെത്രയ്ക്ക് വീട്ടിലേക്കൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. മാത്രമല്ല, ജിഹോണും വളരെ കാര്യമായിട്ട് തന്നെ അവനെ നോക്കുന്നുമുണ്ട്. ഈ ഒരു സമയത്ത് അവളെ ഹഗ് ചെയ്തതിന് ശേഷം ഞാനും ഒരുപാട് വിഷമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നിനക്ക് മറ്റൊരു ജീവിതമൊക്കെ നൽകാമെന്ന് ഞാൻ നിനക്ക് വാക്ക് നൽകിയിട്ട് പോലും എനിക്ക് ആ ഒരു അവസരമൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയിട്ടുമുണ്ടായിരുന്നതെന്നൊക്കെയാണ് അവൻ പറയുന്നതും. നമ്മൾ വിചാരിക്കുന്നതിനും വളരെ അപ്പുറത്തുള്ള ഒരാളാണ് യൂറ. അതുകൊണ്ട് തന്നെ അവളെ അങ്ങനെ തോൽപ്പിക്കുവാനായിട്ടൊന്നും സാധിക്കുകയില്ല എന്ന് കൂടി ജിഹൂക്കും അറിയിക്കുന്നു. എന്നെ കൊല്ലുവാനായിട്ടായിരുന്നോ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നിനക്കാണ് ആക്സിഡന്റ് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും ഇവർക്ക് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ലല്ലോ. മാത്രമല്ല, മിൻഹോനും സൂമിനും അവൾ പണവും നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരെല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുകയാണ്. നമ്മളും വളരെ കാര്യമായിട്ട് തന്നെ ആലോചിച്ച് മാത്രമേ ഓരോ നടപടികളും എടുക്കുവാനായിട്ട് പാടുള്ളൂ എന്നാണ് ജീവനും അറിയിക്കുന്നത്. ജൂറാന്റെ ഹസ്ബൻഡിന് ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്. എന്റെ വിധിയൊക്കെ ജൂറാനിലേക്ക് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ കണ്ടെത്തി ആ ഒരു വിധിയൊക്കെ കൃത്യമായിട്ട് തന്നെ സൂമിന് എത്തിച്ചേരേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ജീവണും പറയുകയാണ്. ജൂറാനും ഹസ്ബൻഡിന്റെ കാറൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹസ്ബൻഡ് റെസ്റ്റോറന്റിലെ പെൺകുട്ടിയുമായിട്ട് പല പല ഇടങ്ങളിലും പോയതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിലും ഉണ്ടായിരുന്നു. മാത്രമല്ല, കാറിന്റെ മെമ്മറി കാർഡ് കൂടി അവൾ എടുത്തും വെക്കുന്നു. യൂറയും സൂമിനെയും മിൻഹാനെയും ഒന്നിച്ചു നിർത്തിയിട്ടാണ് ഇപ്പോൾ ജീഹുക്കിന്റെ ആക്സിഡന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നെന്ന് തെളിയിക്കുന്ന രീതിയിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ ലീയും ജീഹുക്കിനെ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഈ ഒരു തെളിവുകൾ ഒന്നും തന്നെ പോലീസിനെ ഏൽപ്പിക്കുവാനായിട്ട് മതിയാക്കുകയുണ്ടായിരുന്നില്ല. മാത്രമല്ല, പോലീസും നേരത്തെ ആ ഒരു ആക്സിഡന്റ് എല്ലാം തന്നെ മദ്യപിച്ചെത്തിയിട്ടുണ്ടായിരുന്ന ഒരാള് ആക്സിഡന്റ് സംഭവിപ്പിച്ചു എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. സൂമിന്റെ അച്ഛനും ജിയോന്റെ അമ്മയും ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്കൊക്കെ മുങ്ങിയിരിക്കുകയാണ്. യൂറയും അവരെ കണ്ടെത്തുവാനായിട്ട് ആൾക്കാരൊക്കെ വിട്ടിട്ടുണ്ട്. നമ്മളും അവരെ കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവരെ കണ്ടെത്തേണ്ടതായിട്ടുണ്ടെന്നൊക്കെയാണ് ലീ അറിയിക്കുന്നതും. ജീഹോക്കിന്റെ കാര്യങ്ങളൊക്കെ നോക്കുവാനായിട്ട് ജീവനും വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. അവന് ഫുഡൊക്കെ വാരിക്കൊടുത്തതിന് ശേഷം അവൾ പോകാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇല്ലാത്ത വേദനയൊക്കെ അഭിനയിച്ചുകൊണ്ട് അവളോട് അന്നത്തെ ഒരു ദിവസം അവിടെ തന്നെ താമസിക്കാമോ എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. അവളും നിലത്തൊക്കെ പോയി കിടക്കുന്നുണ്ടെങ്കിൽ പോലും ലൈറ്റൊക്കെ ഓഫാക്കിയതിനു ശേഷം അവനും നിലത്ത് വന്ന് കിടക്കുന്നു. നീ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്തോ, പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്റെ ഒപ്പം തന്നെ നീയും ഉണ്ടായിരിക്കണമെന്ന് മാത്രമായിരുന്നു അവനും അവളോട് പറയുവാനായിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ അവൻ എണീക്കുമ്പോഴത്തേക്കും അവളെ കാണാതാക്കുമ്പോഴത്തേക്കും അവളും പോയെന്നൊക്കെയാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷെ അവളും കുക്കിങ്ങിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവനും ഓടി വന്ന് അവളെ ഹഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് അവനും കൈക്ക് വേദന ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം തന്നെ അവന്റെ അഭിനയമായിരുന്നു എന്ന കാര്യമൊക്കെ അവള് മനസ്സിലാക്കുന്നത്. ജീഹുക്കിനെ നോക്കുവാനായിട്ട് പോയത് കൊണ്ട് തന്നെ ജീവനും കുറച്ച് ദിവസമായിട്ട് ലീവിലൊക്കെ ആയിരുന്നല്ലോ. അതൊക്കെ കാണുന്ന കിമ്മാകട്ടെ, നമുക്ക് രണ്ടുപേർക്കും ഈ ഒരു കമ്പനിയിൽ ഒരേ സ്ഥാനമൊക്കെയാണ് ഉള്ളത്. നീ എന്താ ഈ കമ്പനിയുടെ ഓണറുടെ ആരെങ്കിലും ആണോ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ലീവ് എടുക്കുവാൻ? നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷെ ഇവിടെ വരുന്ന എല്ലാവരുടെയും വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും ഇങ്ങനെ ലീവ് എടുക്കുവാനായിട്ടൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് കിമ്മും അവളെ ഉപദേശിക്കുകയാണ്. അങ്ങനെ ഇരിക്കായിരുന്നു ചൂറാനും കമ്പനിയിലേക്കൊക്കെ തിരികെ എത്തുന്നത്. ചൂറനെ കണ്ട് എല്ലാവരും ചൂറാനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും മിൻഖാനും ഓഫീസിലേക്കൊക്കെ ജീവൻ എത്തിയിട്ടുള്ളതെന്നുള്ള കാര്യമൊക്കെ അറിയിക്കുകയാണ്. ആ ഒരു വിവരമെല്ലാം തന്നെ മിൻഹ്വാനും യൂറേനെ വിളിച്ച് അറിയിക്കുന്നു. യൂറയും ചീഹോക്കിനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമായിരുന്നു മിൻഹ്വാന്റെ അടുത്ത് പറയുന്നത്. മിൻഹ്വാന്റെ ആ ഒരു കോളിന് ശേഷമാകട്ടെ, മിൻഹ്വാൻ വളരെ ലോ ക്ലാസ്സിലുള്ള ആളാണ്. അങ്ങനെ ഇരിക്കെ ഇവരുമായിട്ട് ഒരു രീതിയിലുള്ള ബന്ധവും പുലർത്തുവാനായിട്ട് പാടില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും സ്വയമായിട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ ഇപ്പോൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നേനെ എന്നൊക്കെയാണ് യൂറ പറയുന്നതും. ആ ഒരു സമയത്ത് സെക്രട്ടറിയും അച്ഛനും അമ്മയും എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന കാര്യമെല്ലാം തന്നെ താൻ മനസ്സിലാക്കിയെന്ന കാര്യമൊക്കെ പറയുകയാണ്. യൂറയും ഇപ്പോൾ സുമിന്റെ അച്ഛനെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ എന്തായാലും നിങ്ങളെ ചതിക്കാനായിട്ടൊന്നും പോകുന്നില്ല. നമുക്ക് ചൈനയിൽ പോയി ഒളിച്ചിരിക്കാം. അവിടെ നിങ്ങൾ പൂർണ്ണമായിട്ടും സേഫ് ആയിരിക്കുമെന്നൊക്കെ പറയുന്നു. അതെല്ലാം തന്നെ അച്ഛനും വിശ്വസിക്കുന്നുണ്ട്. ജൂറാനോ ഹസ്ബൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫ്രണ്ട്സിന്റെ അടുത്തും അറിയിക്കുന്നു. അതായത് എപ്പോഴൊക്കെ ജൂറാൻ ഹോസ്പിറ്റലിലായിരുന്നോ ആ ഒരു സമയത്തെല്ലാം തന്നെ ആ ഒരു പെൺകുട്ടീനെ ഹസ്ബൻഡ് വീട്ടിലേക്കൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകുമെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നും അവൻ അവളെ കൂട്ടിക്കൊണ്ടൊക്കെ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനും പോലീസിനെയൊക്കെ വിവരം അറിയിക്കുന്നതായിരിക്കുമെന്നാണ് ജൂറാൻ അറിയിക്കുന്നത്. അവരും കാറിൽ വെച്ച് സെക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാകട്ടെ അതിന്റെ ഡാഷ് ക്യാം ഫുട്ടേജ് ഒക്കെ എടുത്തുകൊണ്ട് ചെന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതിന്റെ ക്യാമറ വർക്കിംഗ് അല്ലായിരുന്നു. ആകെ അവരുടെ വോയിസ് മാത്രമാണ് അതിൽ നിന്ന് ലഭിച്ചത്. പോലീസും അത് തെളിവായിട്ട് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് എന്നെ അറിയിച്ചു. ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വീടിന്റെ ലോക്കൊക്കെ തകർത്തിട്ടായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൈയോടെ അവനെ പിടികൂടുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ ജുറാൻ പറയുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് സോമിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ കണ്ടെത്തിയ സമയത്തും വീടിന്റെ ലോക്കൊക്കെ തകർന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ ജീവണും ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജുറാൻ തനിച്ചു വിടാതെ ജീവൻ കൂടി ഇപ്പോൾ അവളുടെ ഒപ്പം പോയിരിക്കുകയാണ്.
ആ പെൺകുട്ടിയും ജൂറാന്റെ വീട്ടിലേക്കൊക്കെ ചെന്നതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും പോലീസ് ടീമിന്റെ ഒപ്പം തന്നെ ജൂറാനും ആ വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുന്നു. അവിടെ ഉണ്ടായിരുന്ന ചെരുപ്പൊക്കെ കാണുമ്പോഴത്തേക്കും ജീവനും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. പോലീസും പെട്ടെന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ജൂറാന്റെ ഹസ്ബൻഡിന്റെ കയ്യിലുണ്ടായിരുന്ന മിഠായിയുടെ കുപ്പിയൊക്കെ താഴേക്ക് പോയി പൊട്ടുന്നു. അതും പണ്ട് നടന്ന കാര്യവുമായിട്ട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒന്നായിരുന്നു. ജൂറാൻ ഹോസ്പിറ്റലിലാണെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജൂറാന് കഴിക്കുവാനായിട്ടുള്ള ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുവാനായിട്ടാണ് താൻ ഇവിടെ എത്തിയതെന്നാണ് ആ പെൺകുട്ടിയും പറയുന്നത്. പോലീസും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിലൊന്നും ആയിരുന്നില്ലല്ലോ അവരെ കണ്ടതും. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പോലീസും പുറത്തേക്കൊക്കെ പോകുന്നു. ആ റൂമിലുണ്ടായിരുന്ന എല്ലാവരോടും തന്നെ പുറത്തേക്കൊക്കെ പോകുവാനായിട്ട് ഹസ്ബൻഡ് പറയുമ്പോഴത്തേക്കും ജീവനും അവിടെ ഉണ്ടായിരുന്ന ചില്ലിന്റെ ഒരു മേശയൊക്കെ കാണുകയാണ്. പണ്ട് ജീവൻ മരിച്ചിട്ടുണ്ടായിരുന്നത് അതിലൊക്കെ തട്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കാതെ ഇരിക്കുവാനായിട്ട് അവളും അവിടെ ഉണ്ടായിരുന്ന ഗോൾഫിന്റെ ഒരു സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു മേശയും തകർക്കുന്നു. ജൂറാനെ തൊടുവാനായിട്ടെങ്കിലും നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനുള്ള ശിക്ഷയ്ക്ക് അനുഭവിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് ജീവൻ നിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും അവൾക്കെന്താ വട്ടാണോ എന്നൊക്കെ ആയിരുന്നു ഹസ്ബൻഡും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന പോലീസും തിരിച്ച് റൂമിലേക്കൊക്കെ കടന്നു വരുന്നു. അപ്പോഴാകട്ടെ ഹസ്ബൻഡും ജീവൻ ഇവിടുത്തെ സാധനമൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്, അവൾക്കെതിരായിട്ട് കേസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. നീയും അവളും കൂടി ചേർന്ന് കാറിൽ വെച്ച് എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന കാര്യം എല്ലാം തന്നെ ഞാനും അറിഞ്ഞതാണ്. ഞാൻ മരിച്ചാൽ ഇൻഷുറൻസ് പണമൊക്കെ കിട്ടുമെന്ന് നീ പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിരിച്ചില്ലേ? നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാണമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ എന്നൊക്കെ ജുഹറാൻ പറയുകയും അവനെ തല്ലുകയും ചെയ്യുമ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന അവനും ജുഹറാനെ തള്ളിയിടുന്നു. പക്ഷേ നേരത്തെ ജീവൻ വീണ് മരിച്ചതുപോലെ ആയിരുന്നില്ല ഇപ്പോൾ സംഭവിക്കുന്നത്. അവൾ നേരെ വീണിട്ടുണ്ടായിരുന്നത് ആ ഒരു മേശയുടെയൊക്കെ മുകളിലേക്കാണെങ്കിൽ പോലും മേശയൊക്കെ നേരത്തെ തന്നെ തകർത്തത് കൊണ്ട് തന്നെ ജുഹറാൻ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്തായാലും ഈ ഒരു കേസൊക്കെ പോലീസ് സ്റ്റേഷൻ വരെയൊക്കെ എത്തിയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന ജീവന്റെ അടുത്തേക്ക് ചീഹുക്കും ലീയും കൂടി ചേർന്നെത്തുന്നു. നീ ഇനി ഒരിക്കലും അവനെ കാണുവാനായിട്ട് പോയേക്കരുത്. അഥവാ കാണണമെന്നുണ്ടെങ്കിൽ എന്നെയും കൂടി വിളിക്ക്. ഞാനും നിന്റെ ഒപ്പം വരുന്നതായിരിക്കുമെന്നൊക്കെയാണ് ജൂറാന്റെ അടുത്ത് ജീവൻ പറയുന്നത്. അതെല്ലാം കേട്ടിട്ടുണ്ടായിരുന്ന ലീ ആകട്ടെ ഡിവോഴ്സ് ഒക്കെ ചെയ്യുവാനായിട്ട് നിന്നെ അഡ്വക്കേറ്റിന്റെ അടുത്തൊക്കെ ഞാൻ എത്തിച്ചോളാം എന്നാണ് ജൂറാന്റെ അടുത്ത് പറയുന്നത്. എന്റെ വിധിയൊക്കെ ജൂറാനിലേക്ക് മാറിയ സമയത്തും അത് വെറും യാദൃശികമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഡോറൊക്കെ കേടായതും അതുപോലെ തന്നെ ചുമന്ന ഹീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നതും അതൊന്നും കൂടാതെ ആ ഒരു മിഠായിട്ടേനൊക്കെ കണ്ടതും കൂടി ഓർക്കുമ്പോഴത്തേക്കും എന്റെ ലൈഫിൽ നടന്ന അതേ സംഭവങ്ങൾ അവളുടെ ലൈഫിലേക്ക് മാറിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജൂറാന് വളരെ നന്നായിട്ട് തന്നെ അറിയാവുന്ന ഒരാളുമായിട്ടായിരുന്നു ഹസ്ബൻഡും റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അത് പോരാതെ അവളുടെ ഇൻഷുറൻസ് പണത്തെക്കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അതേ രീതിയിൽ സുമിന്റെ ലൈഫിൽ നടക്കുകയാണെങ്കിൽ എന്റെ വിധിക്ക് അവളുടെ വിധിയിലേക്കായിട്ട് മാറിപ്പോകുന്നതായിരിക്കുമെന്ന് ജീവനും അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ താനും മിൻഹുവിനെ സെഡ്യൂസ് ചെയ്യാനായിട്ട് പോകുകയാണെന്നാണ് ജിഹുക്കിന്റെ അടുത്ത് പറയുന്നത്. സ്വന്തം വൈഫ് മരിച്ചാൽ പോലും കുഴപ്പമില്ല എന്ന് മിൻഹുവിന് തോന്നണം. ആ രീതിയിൽ മിൻഹുവിന് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരിക്കണം. ഞാനിപ്പോൾ ഇതേ രീതിയിലൊന്നും ചെയ്തില്ല എങ്കിൽ സുമിന് പകരമായിട്ട് മരിക്കുവാനായിട്ട് പോകുന്നത് ജുറാൻ ആയിരിക്കുമെന്നൊക്കെ ജൂൺ പറയുന്ന സമയത്താകട്ടെ ജീവൻ എന്ത് ചെയ്യണമെങ്കിലും അതിനെല്ലാം തന്നെ താൻ കൂടെ നിൽക്കുന്നതായിരിക്കുമെന്ന് ജീഹുക്കും അറിയിക്കുന്നു. മിൻഹുവിന്റെ മുമ്പിൽ വെച്ച് ജീവനും ജീഹുക്കും നല്ല രീതിയിലെല്ലാം മുന്നോട്ട് പോകുന്നതെന്നൊക്കെ തെളിയിക്കുവാനായിട്ടായിരുന്നു ആദ്യത്തെ അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ജീവന്റെ പ്രൊജക്ട് ആയിരുന്ന ഒരു പ്രൊജക്റ്റ് ഒക്കെ ജീവന് പകരമായിട്ട് മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ് ജീഹുക്കും. പിന്നീട് ജീവനും ജീഹുക്കിനോട് സംസാരിക്കുവാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും എന്നെക്കാളും പണത്തിനെ ആയിരുന്നു നീ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിന്നെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. എത്രയും വേഗം ഈ ഒരു കമ്പനിക്ക് ഉപേക്ഷിച്ച് നീ പോകേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ജീഹുക്ക് ജീവനോട് പറയുന്നതെല്ലാം തന്നെ മിൻഹ്വാനും കേൾക്കുന്നു. പിന്നീട് മിൻഹ്വാനുമായിട്ട് ഒന്ന് മദ്യപിക്കുവാനായിട്ടൊക്കെ പോകുകയാണ് അവളും. ജിഹോക്കിന് മുത്തശ്ശനെ കാണുവാനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവനെ വിട്ട് പോകുകയാണെങ്കിൽ 80 ബില്യൺ എനിക്ക് നൽകാമെന്ന് പറഞ്ഞു. ഞാനും അത്രയും വലിയൊരു തുകയൊക്കെ കണ്ടപ്പോഴത്തേക്കും അവനെ വിട്ട് പോയിക്കോളാമെന്നും വാക്ക് നൽകി. ഇപ്പോഴാകട്ടെ എന്റെ പേരിൽ 80 ബില്യന്റെ സ്വത്തൊക്കെ ഉണ്ടെന്നാണ് അവൾ പറയുന്നതും. ഞാൻ അങ്ങനെ സ്വത്തൊക്കെ മേടിച്ചിട്ട് അവനോടുള്ള ഇഷ്ടമൊക്കെ വേണ്ടെന്ന് വെച്ചത് കൊണ്ട് തന്നെ അവനും ഇപ്പോൾ എന്നോട് മിണ്ടുന്ന കൂടി ഇല്ല എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും ജിഹോക്ക് അല്ലെങ്കിലും 80 ബില്യൺ അവൾക്ക് കൊടുത്തുവെന്ന് യൂറോ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഒരിക്കലും വിശ്വസിക്കുവാനായിട്ട് പാടില്ലായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ജിഹോക്ക് ആയിരുന്നില്ല, മുത്തശ്ശനായിരുന്നു ആ ഒരു പണമൊക്കെ അവനുമായിട്ട് ബ്രേക്കപ്പ് ആകുവാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ മിൻഹ്വാനും വിചാരിക്കുകയാണ്. സോമിനും പല തവണയായിട്ട് മിൻഹ്വാനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവനും ഫോണൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.